ഹായ് ഓൾ, വെൽക്കം ടു വരാണ്ട റേസ് യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് SSC എക്സാംസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ടോപ്പിക്കായിട്ടാണ് കോർഡിനേറ്റ് ജോമെട്രി. നിങ്ങൾക്ക് ബോഡി കാണാം. സോ കോർഡിനേറ്റ് ജോമെട്രി ഇതിന് മുമ്പുള്ള പ്രീവിയസ് ഇയർ നിങ്ങൾ SSC എക്സാംസിൻ്റെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? വളരെ റെയർ ആയിട്ട് മാത്രം ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് കോർഡിനേറ്റ് ജോമെട്രി. എല്ലാവരും അവഗണിച്ചിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് കോർഡിനേറ്റ് ജോമെട്രി. പക്ഷേ ഈ പുതിയ എഡ്യൂക്കേറ്റീവ് പാറ്റേൺ വന്നതിന് ശേഷം ഇപ്പോൾ നടന്ന സെലക്ഷൻ പോസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ CGL എക്സാംസിലാണെങ്കിലും ഇപ്പോൾ ഷിഫ്റ്റ് തന്നെ. ഇപ്പോൾ സെലക്ഷൻ പോസ്റ്റിലാണ് 2-3 ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ CGL മിനിമം 1-2 ക്വസ്റ്റ്യൻസ് ഒരു ഷിഫ്റ്റ് വെച്ച് തന്നെ കണ്ടു. സോ ആ ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. സോ എന്തായാലും നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ 1-2 നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ അത്യാവശ്യം ഒരു വാസ്റ്റ് ഒരു ടോപ്പിക്കാണ് കോർഡിനേറ്റ് ജോമെട്രി എങ്കിലും അത്ര കൺസെപ്റ്റ്ലി അത്ര സ്ട്രോങ് ആവണമെന്നില്ല. നിങ്ങൾ ആക്ച്വലി ബേസിക്കലി ഇക്വേഷൻസ് വെച്ച് നിങ്ങൾക്ക് സോൾവ് ചെയ്യാന്നുള്ളൂ. ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക, ഒന്ന് വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഞാൻ മാക്സിമം 1-2-3 അല്ലെങ്കിൽ 3-4 സീരീസിലൂടെ തന്നെ ഈ ടോപ്പിക്ക് ഞാൻ തീർക്കാൻ നോക്കാം. ഓക്കെ, അതിനും എന്താണ് കോർഡിനേറ്റ് ജോമെട്രി എന്ന് ഞാൻ പറയാം. കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളിപ്പോൾ GPS കോർഡിനേറ്റ് കേട്ടിട്ടുള്ളത്. എന്താണ് GPS കോർഡിനേറ്റ്? എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു പൊസിഷൻ കണ്ടുപിടിക്കാൻ, അല്ല നിങ്ങൾക്ക് അറിയാത്തൊരു വഴി കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ GPS വഴി നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തിനാണ്? കോർഡിനേറ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് ആ പൊസിഷൻ കണ്ടുപിടിക്കാം. സംഭവം തന്നെ, അതായത് നമ്മളൊരു 2D പ്ലെയിൻ ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഒരു 2D പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് വരച്ച് കഴിഞ്ഞാൽ പൊസിഷൻ കണ്ടുപിടിക്കണം. ഇപ്പോൾ 2Dയിൽ നമ്മൾ ട്രയാങ്കിളോ അല്ലെങ്കിൽ വേറെ വല്ല ഫിഗർ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ, അതിൻ്റെ ഇത് അനലൈസ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഈ കോർഡിനേറ്റ്സ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കോർഡിനേറ്റ് ജോമെട്രിയുടെ പർപ്പസ് അതാണ്. ഞാൻ ജസ്റ്റ് തിയറി പറഞ്ഞ് ഉറപ്പിക്കുന്നില്ല, നമുക്ക് ജസ്റ്റ് കാര്യത്തിലേക്ക് കിടക്കാം. കോർഡിനേറ്റ് ജോമെട്രിയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേൾക്കുന്ന ഒരു ടേം ആണ് കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ. കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു XY പ്ലെയിൻ അല്ലെങ്കിൽ ഒരു 2 ഡയമെൻഷണൽ ഗ്രിഡ് സിസ്റ്റം. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഇതുപോലെ തന്നെ ഫ്ലാറ്റ് ഒരു സർഫസ് ഉണ്ടെങ്കിൽ, ഒരു 2D പ്ലെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് പൊസിഷൻ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ചില ഇപ്പോൾ ഒരു ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ കാർട്ടീഷ്യൻ പ്ലെയിൻ യൂസ് ചെയ്യുന്നത്. സോ ഇനി പറയാൻ പോകുന്ന 2 ടേം നിങ്ങൾ ഓൾറെഡി കേട്ട് തഴമ്പിച്ച സാധനമാണ്. X ആക്സിസ് ആൻഡ് Y ആക്സിസ്. എന്താണ് X ആക്സിസ് Y ആക്സിസ്? എന്താണ്? വേറെ ഒന്നുമല്ല, ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള നമ്പർ ലൈൻസിനെയാണ് നമ്മൾ X ആക്സിസ് എന്ന് പറയുന്നത്. X ആക്സിസ്. അതുപോലെ തന്നെ വെർട്ടിക്കൽ ആയിട്ടുള്ള നമ്പർ ലൈൻസിനെയാണ് നമ്മൾ Y ആക്സിസ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി നമുക്ക് ഭയങ്കര യൂസേജ് ഉണ്ട്. കാരണം ഈ കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒരുപാട് സ്ഥലത്ത് നമുക്ക് X ആക്സിസ് Y ആക്സിസും അതുപോലെ തന്നെ ഈ കാർട്ടീഷ്യൻ പ്ലെയിനിന്റെ ഈ ടേം നിങ്ങൾ ഓർത്ത് വെച്ചു, കാരണം ആവശ്യം വരും. ഓക്കെ, നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. സോ ഇതായിരിക്കും ഒരു കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞു ഹൊറിസോണ്ടൽ ലൈൻസ് ആണ് നമ്പർ ലൈൻസ് 1 2 3 എന്ന് പറഞ്ഞ പോസിറ്റീവ് 1 2 3 അതുപോലെ തന്നെ നെഗറ്റീവ് 1 2 3. ഇതാണ് ഹൊറിസോണ്ടൽ നമ്പർ ലൈൻസ് അല്ലെങ്കിൽ X ആക്സിസ് എന്ന് പറയുന്നത്. ഇതെന്താണ്? വെർട്ടിക്കൽ നമ്പർ ലൈൻസ്. ഇതാണ് Y ആക്സിസ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മ പുതുക്കുന്നുള്ളൂ. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് എന്താ ഒറിജിൻ? ഈ ഒരു പോയിന്റ് എന്താണ് പറയുന്നത്? ഈ ഒരു പോയിന്റിന് നമ്മൾ പറയുന്നതാണ് ഒറിജിൻ എന്ന് പറയുന്നത്. സോ ഒറിജിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 0 0 ആയിരിക്കും. ഓക്കെ, 0 0 ഓർത്ത് വെക്കുക. ഒറിജിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 0 0 ആയിരിക്കും. ആക്ച്വലി ഞാനിപ്പോൾ എവിടെയെങ്കിലും ഒരു പോയിന്റ് ഇട്ടു എന്ന് വെച്ചോ, അത് ഇവിടെ ഒരു പോയിന്റ് ഇട്ടു, ഇവിടെ ഞാനൊരു പോയിന്റ് ഇട്ടു. ഓക്കെ, അപ്പോൾ ഇതിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. നമ്മൾ ഈ കോർഡിനേറ്റ്സ് പറയുന്നത് XY കോർഡിനേറ്റ്സ് എന്നാണ്. XY കോർഡിനേറ്റ്സ്. ഇതിന്റെ അർത്ഥം വേറെ ഒന്നുമല്ല, ഈ X ആക്സിസിൽ ഈ ഒറിജിനിൽ നിന്ന് എത്ര പോയിന്റ് മാറി ആണെന്ന് ആണ് ഫസ്റ്റ് ഈ X ഇതിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ Y എന്ന് പറഞ്ഞത് ഈ Y ആക്സിസിൽ എത്ര പോയിന്റ് മാറിയാണ് Y കോർഡിനേറ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് ഒറിജിൻ എന്നറിയാം. ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു, ഞാൻ വെറും ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ? ഓക്കെ, ഞാനിപ്പോൾ ഈ ലൈൻസിനെ ജോയിൻ ചെയ്തു വെച്ചോ. ഈ പൊസിഷൻ ഒരു പേരുണ്ട്. അതിന്റെ പേരെന്താണ്? ഞാൻ ഇതിനെ വിളിക്കാൻ പോണത് 3 2 എന്നാണ്. 3 2 കോർഡിനേറ്റ്സ് ആണ്. ഞാൻ ചുമ്മാ വിളിച്ചതല്ല, ഇതിന്റെ കാരണമുണ്ട്. കാരണം എന്താണ്? നമുക്കറിയാം, ഇതാണ് ഒറിജിൻ എന്ന് അറിയാലോ. ഈ പോയിന്റ് ഒറിജിനിൽ നിന്ന് 1 2 3 പോയിന്റ് മാറി, അതാണ് 3 എന്ന പോയിന്റ് ഡിനോട്ട് ചെയ്യുന്നത്. അതേസമയം 2 എന്തുകൊണ്ടാണ് വന്നത്? ചുമ്മാ വന്നതല്ലോ. അതായത് ഈ ഒരു ഒറിജിനിൽ നിന്ന് Y ആക്സിസിൽ നിന്ന് 1 2 പോയിന്റ് മാറി. അതുകൊണ്ടാണ് ഞാൻ 3 2 ഇട്ടത്. ഓക്കെ, നമുക്കപ്പോൾ ഏത് പോയിന്റ് ഒരു കാർട്ടീഷ്യൻ പ്ലെയിന് മാർക്ക് ചെയ്താലും നമുക്ക് അതിനെ ഈ നമ്പർ ഇട്ട് നമുക്ക് നമ്പർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ കോർഡിനേറ്റ്സിന് ഒരു പേരുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾ തന്നെ നോക്ക് എങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും. എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അതായത് ഇതിനെ ജോയിൻ ചെയ്യാം. ഓക്കെ, XY കോർഡിനേറ്റ് അല്ലേ? X ആക്സിസിൽ അതായത് ഹൊറിസോണ്ടൽ നമ്പർ ലൈൻസിൽ എത്ര യൂണിറ്റ് മാറിയാണ്? -3 യൂണിറ്റ് മാറി. Y ആക്സിസിൽ 0ൽ നിന്ന് 2 യൂണിറ്റ് മാറി, അതായത് -3 2 ആയിരിക്കും അതിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായല്ലോ. അതുകൊണ്ട് ഏത് പോയിന്റ് ഞാൻ ഇവിടെ കുത്തിയാലും ഇവിടെ ഇട്ടാലും എവിടെ ഇട്ടാലും എനിക്ക് XY കോർഡിനേറ്റ് കിട്ടും. ഓക്കെ, അത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയാലോ. ഇത് ആക്ച്വലി ഞാൻ പറയുന്നൊരു സിമ്പിൾ കൺസെപ്റ്റ് ആണ്. അതായത് ഈ ഒറിജിനിൽ നിന്ന് ഇതാണ് X ആക്സിസ്, ഇതാണ് Y ആക്സിസ്. ഇതാണ് ഹൊറിസോണ്ടൽ ആണ് X ആക്സിസ്, വെർട്ടിക്കൽ ആണ് Y ആക്സിസ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ,
ഈ എക്സ് ആക്സിസിൽ റൈറ്റ് സൈഡിലേക്ക് എല്ലാം പോസിറ്റീവ് വാല്യൂസ് ആണ്. 0, 1, 2, 3, 4, 7 അങ്ങ് ഇൻഫിനിറ്റി വരെ, അപ് ടു ഇൻഫിനിറ്റി വരെ എന്താണ് പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. അതേസമയം നിങ്ങൾ ഒരു ഇതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കേ, -1, -2, -3 എന്താണ് നെഗറ്റീവ് വാല്യൂസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഈ വൈ ആക്സിസ് നോക്കിക്കേ, ഇതിന്റെ ഒറിജിനിൽ നിന്ന് മുകളിലേക്ക് 1, 2, 3 എന്ന് പറഞ്ഞ പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. ഓക്കെ, അതേസമയം നിങ്ങൾ താഴേക്ക് നോക്കിക്കേ, എൻ്റെ ഡൗൺ നോക്കിക്കേ, -1, -2, -3 അപ് ടു -ഇൻഫിനിറ്റി ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിന് എന്ത് മനസ്സിലാക്കാം? ഞാൻ ഇതിനെ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് വിളിക്കുകയാണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എക്സ് ആക്സിസും വൈ ആക്സിസും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ എന്താണ് നോക്കിക്കോ, ഫസ്റ്റ് എക്സും വൈയും പോസിറ്റീവ് ആയിരിക്കും. അതേസമയം നിങ്ങൾ സെക്കൻഡ് ക്വാഡ്രന്റ് എടുത്താലോ, ഇത് മൈനസ് അല്ലേ, -1, -2, -3 എന്ന് പറഞ്ഞാൽ അപ് ടു ഇൻഫിനിറ്റി എന്താണ് നെഗറ്റീവ് വാല്യൂസ് ആണ്. ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് തേർഡ് ക്വാഡ്രന്റ് എടുത്ത് നോക്കി. തേർഡ് ക്വാഡ്രന്റ് എടുക്കാം. ഇവിടെ എന്താണ് എക്സ് മൈനസ് ആണ്, വൈ മൈനസ് ആണ്. ഇത് ബേസിക് കോൺസെപ്റ്റ് ആണ്. ഇത് ആക്ച്വലി നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ രീതി ഓൾറെഡി അറിയാവുന്ന കാര്യം തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഓർമ്മ പുതുക്കാൻ, ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾ ഫോർത്ത് ക്വാഡ്രന്റ് നോക്കിക്കോ. ഫോർത്ത് എന്താണ്? എക്സ് പോസിറ്റീവും ഇത് മൈനസും. കണ്ടോ, എക്സ് 1, 2, 3. അതേസമയം വൈ ആക്സിസ് ഓക്കെ നെഗറ്റീവ് ആണ് പോകുന്നത്. ഒരു ബേസിക് കൺസെപ്റ്റ് ആണ്. ഞാൻ പറഞ്ഞ സമയം കളഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഞാൻ അതിനെ ഇത്രയും നേരം എക്സ് വൈ കോർഡിനേറ്റ് എന്നല്ലേ, നമുക്കൊരു പേരിടാം അതിന്. എന്തായാലും ഒരു പേരിടുന്നോട്ടെ അല്ലേ. എക്സ് ആക്സിസും അല്ല എക്സും വൈയും. ഞാൻ എക്സ് കോർഡിനേറ്റിന് ഒരു പേരിട്ടു, ആപ്സിസ് ആണെന്ന് പേരിട്ടു. ഓക്കെ, ചുമ്മാ ഇരിക്കട്ടെ. വൈ ആക്സിന് ഞാൻ ഇട്ടു ഓർഡിനേറ്റ് എന്ന് പേരിട്ടു. അപ്പൊ നമുക്ക് എക്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ആപ്സിസ് ആണെന്ന് വിളിക്കാം. എക്സ് കോർഡിനേറ്റ് നമുക്ക് ആപ്സിസ് ആണെന്ന് വിളിക്കാം. വൈ കോർഡിനേറ്റ് നമുക്ക് ഓർഡിനേറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാം. എന്തായാലും ഇത്രയും നേരം തിയറി ആയിട്ട് നിങ്ങൾ ബോറടിച്ചില്ലേ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതെന്താ ചോദിക്കുന്നത്? വാട്ട് ഈസ് ദ ആപ്സിസ് ഓഫ് ദ പോയിന്റ് A, 9, 13? ഞാൻ ഇതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞല്ലോ, എക്സ് വൈയും കോർഡിനേറ്റ് ഞാൻ ഒരു പേരിട്ടായിരുന്നു. ചുമ്മാ ഇടുവല്ല, ഇതൊരു പേരിട്ടു. എന്താണ് എക്സിന്റെ പേര് എന്ന് പറയുമ്പോൾ ആപ്സിസ് എന്നാണ്. അതേപോലെ വൈയുടെ പേര് എന്ന് പറയുമ്പോൾ ഓർഡിനേറ്റ് എന്നാണ്, ഓർഡിനേറ്റ്. സിമ്പിൾ അല്ലേ? അപ്പൊ ഇതെന്താ ചോദിച്ചേക്കുന്നത്? വാട്ട് ഈസ് ദ ആപ്സിസ് ഓഫ് ദ പോയിന്റ് A, 9, 13? 9, 13ന്റെ ആപ്സിസ് എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. ഇത് ആക്ച്വലി എക്സ് വൈ തന്നെ അല്ലേ? സോ ഇതിൽ ആപ്സിസ് എന്ന് പറയുമ്പോൾ എക്സിനോട് കറസ്പോണ്ടിങ് ആയിരിക്കും. അപ്പൊ 9 ആയിരിക്കും. ആൻസർ വിൽ ബി 9. സംഭവം ഇത്രേ ഉള്ളൂ. എക്സ് വൈ കോർഡിനേറ്റിന് ഓരോ പേരുണ്ട്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു, ആപ്സിസ് ഐ ഉണ്ട്, ഓർഡിനേറ്റും ഉണ്ട്. സോ വാട്ട് ഈസ് ദ ആപ്സിസ് ഓഫ് ദ പോയിന്റ് A, 9, 13 എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? 9 ആയിരിക്കും ആപ്സിസ് എന്ന് പറയുമ്പോൾ. സോ ഇൻ കേസ് അപ്പോൾ ഓർഡിനേറ്റ് എന്നാണ് ചോദിക്കണമെങ്കിലോ ആൻസർ വിൽ ബി 13. പക്ഷേ ഈ ക്വസ്റ്റിൽ എന്താണ് ചോദിച്ചേക്കുന്നത്? വാട്ട് ഇസ് ദ ആപ്സിസ് ഓഫ് ദ പോയിന്റ് 9, 13 എന്നാണ്. സോ ആൻസർ വിൽ ബി 9. ഓക്കെ, സിമ്പിൾ സാധനം അല്ലേ? അടുത്ത നോക്കാം. അടുത്ത എന്താ ചോദിച്ചേക്കുന്നത്? വാട്ട് ഇസ് കണ്ടോ, ഇപ്പോൾ ഓർഡിനേറ്റ് ചോദിച്ചേക്കണേ. വാട്ട് ഇസ് ദ ഓർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് 2, 3? അതായത് 2, 3 എന്ന് പറഞ്ഞതിന്റെ ഓർഡിനേറ്റ് എന്താണ് ചോദിച്ചേക്കണേ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടിക്കാണും അല്ലേ? ഇതൊക്കെ ഒരു സെക്കൻഡിൽ സ്കിപ്പ് ചെയ്ത് പോകുന്ന ക്വസ്റ്റ്യൻ അല്ലേ? എന്താണ് ഓർഡിനേറ്റ്? എന്താണ് 3 ആണ് ആൻസർ. സിമ്പിൾ. പിൻ കേസ് ആപ്സിസ് ആണ് ചോദിച്ചായിരുന്നെങ്കിലോ അത് 2 ആയിരിക്കും. പക്ഷെ ഇവിടെ ചോദിച്ചേക്കുന്നത് ഓർഡിനേറ്റ് ആണ്. അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഒന്നോടെ പറയാം, എക്സും വൈയും ഉണ്ടെങ്കിൽ ഇതിന്റെ ആപ്സിസ് എന്ന് പറയുന്നത് എക്സും ഓർഡിനേറ്റ് എന്ന് പറയുന്നത് വൈയും ആയിരിക്കും കേട്ടോ. ഇതൊന്ന് ഓർത്ത് നോക്കി, ജസ്റ്റ് സിമ്പിൾ കൺസെപ്റ്റ് ആട്ടോ. ഓക്കെ, ഇനിയാണ് ഫോർമുലാസിന്റെ വരവ്. ഓക്കെ, തുടക്കം സിമ്പിൾ ആയിരിക്കും. ഇനി അങ്ങോട്ട് കുറച്ച് കോംപ്ലക്സ് ആകും. പക്ഷേ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കാം. ഇത് ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ? എന്താണ്, രണ്ട് പോയിന്റ് ഉണ്ട്. എക്സ് എ എന്ന് പറഞ്ഞ പോയിന്റും ഉണ്ട്, ബി എന്ന് പറഞ്ഞ പോയിന്റും ഉണ്ട്. ഈ രണ്ടെണ്ണത്തിന് ഓരോ കോർഡിനേറ്റ്സ് വീഴുന്നുണ്ട്. ഇപ്പൊ എന്റെ കോർഡിനേറ്റ്സ് ആണ് x1 ഉം y1 ഉം. അതേസമയം ബിന്റെ കോർഡിനേറ്റ്സ് ആണ് x2 ഉം y2 ഉം. ആക്ച്വലി എന്തിനീ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യുന്ന എനിക്കറിയോ? ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ രണ്ട് പോയിന്റ് ചുമ്മാ ഒരു ലൈൻ വെച്ച് വരയ്ക്കുമെന്ന് വെച്ചോ. ഒരു ലൈൻ വെച്ച് ജോയിൻ ചെയ്താൽ ഈ ലൈനിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യുന്നത്. ആക്ച്വലി വളരെ സിമ്പിൾ ആണ്. ഈ ഒരു ഫോർമുല നമുക്ക് യൂസ് ചെയ്താൽ മതി. അതായത് റൂട്ടിന്റെ ഉള്ളിൽ, മൊത്തം റൂട്ടിന്റെ ഉള്ളിൽ കേട്ടോ, മൊത്തം റൂട്ടിന്റെ ഉള്ളിൽ x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. ഇതിൽ x2 y2 കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു എന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് x1 y1 ആയിരിക്കും. ഇത് കിട്ടി, x1 ഉം കിട്ടി, y1 ഉം കിട്ടി. ഓക്കെ, അടുത്ത ബി എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് x2 ഉം y2 ഉം ആയിരിക്കും. സോ എല്ലാം നമുക്ക് കിട്ടി. ജസ്റ്റ് ഫോർമുല പഠിച്ചാൽ പോരെ? ഇപ്പൊ തന്നെ പഠിച്ചെടുക്കാം. നിങ്ങളൊന്ന് പെട്ടെന്ന് പഠിച്ചെടുത്തേ. x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ ദ ഹോൾ റൂട്ടിനുള്ള ഒന്നുമില്ല. രണ്ട് പോയിന്റ് എയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ x1 ഉം y1 ആണ്. ബിയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് x2 y2 ആണ്. സോ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ
പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, നമുക്കിനി ഇതിന്റെ ബേസിൽ ക്വസ്റ്റ്യൻ ചെയ്യാലോ. ഫോർമുല ഓൾറെഡി പഠിച്ചു. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് A5, 2 ആൻഡ് B9, 5. അതായത് രണ്ട് പോയിന്റ് ഉണ്ട്. എ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. എന്റെ കോർഡിനേറ്റ്സ് എന്താ 5 ആൻഡ് 2 ആണ്. ബിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ 9, 5 ആണ്. നമുക്കിത് എന്തായിട്ട് എടുക്കാം? ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2 ആണ്. ഓൾറെഡി നമ്മൾ നേരത്തെ എടുത്തതാണ്. സോ ഡിസ്റ്റൻസ് ഫോർമുല എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞു നോക്കി. എന്തായിരുന്നു? x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ ആണ് എന്ത്? അതൊരു റൂട്ടിലിട്ടാണ്. അതായിരിക്കും നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല. സോ ഇവിടെ x2 എന്താണ്? 9 ആണെന്ന് അറിയാലോ. x2 9 ആണ്. 9 മൈനസ് x1 എന്താണ്? 5 ആണ്. 5 ദ ഹോൾ സ്ക്വയർ പ്ലസ് എന്താണ്? y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. y2 എന്താണ്? 5 ആണ്. y1 എന്താണ്? 2 ആണ്. ദ ഹോൾ സ്ക്വയർ എന്തായിരിക്കും? റൂട്ടിലല്ലേ. 9 മൈനസ് 5 ദ ഹോൾ സ്ക്വയർ എന്താണ്? 4 ആണ്. 4 സ്ക്വയർ ആണ്. 4 സ്ക്വയർ പ്ലസ് 5 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 സ്ക്വയർ ആണ്. 3 സ്ക്വയർ ആണ്. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? 4ന്റെ സ്ക്വയർ എന്താണ്? 16 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് 25. റൂട്ട് 25 അല്ലെങ്കിൽ എന്തായിട്ട് എടുക്കാതെ 5 ആയിട്ട് എടുക്കാം. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോയിന്റ് ഡിസ്റ്റൻസ് എന്തായിരിക്കും? അപ്പൊ ഈ പോയിന്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന 5 യൂണിറ്റ്സ് ആയിരിക്കും. 5 യൂണിറ്റ്സ്. സോ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആക്ച്വലി ഇതിൽ വേറെ ഒന്നുമില്ല, നമ്മളിത് ഇത്ര ശ്രദ്ധിച്ചാൽ മതി. അതായത് രണ്ട് പോയിന്റ് തന്നിട്ടുണ്ട്, എ എന്ന് പറഞ്ഞൊരു പോയിന്റും ബി എന്ന് പറഞ്ഞൊരു പോയിന്റും. ഈ രണ്ട് പോയിന്റിന്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലൈൻ വരച്ച അവരുടെ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്താൽ പോരെ. ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. അതായത് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ കിട്ടും. അല്ലെ, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ജസ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ. ഈ ക്വസ്റ്റൻ എന്താണ് പറയുന്നത്? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് എ ആൻഡ് ബി. അതിന്റെ രണ്ടിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതെന്താണ്? എ എന്ന് പറഞ്ഞാൽ എഴുതി പോവാം. എ ബി ഇനി എഴുതി പോകണ്ടല്ലോ, ജസ്റ്റ് കോർഡിനേറ്റ്സ് എഴുതിയാൽ പോരെ. നമുക്ക് ഓൾറെഡി അറിയാം x1 y1 എന്ന് അറിയാം, x2 y2 എന്താണെന്ന് അറിയാം. x2 y2 എന്താണ്? x1 y1 എന്താണ്? 2ഉം 7 ആയിട്ട് എടുക്കാം. x2 y2 എന്നുള്ളത് -4ഉം -1 ആയിട്ട് എടുക്കാം. ജസ്റ്റ് ഒരു ഫോർമുല എഴുതാൻ എന്തായിരുന്നു? ഓൾറെഡി കുറെ തവണ നമ്മൾ പറഞ്ഞാണ്. x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ, അതുപോലെ തന്നെ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. ഇത് റൂട്ടിനുള്ളിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഒന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കി. x2ന്റെ വാല്യൂ എന്താ? -4 ആണ്. x1ന്റെ വാല്യൂ എന്താ? -x1. അതായത് -4 -2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 എന്താണ്? y2 എന്ന് പറഞ്ഞാൽ -1 ആണ്. -7 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? -8 ആവും അല്ലേ? നോക്കിക്കേ, -4 -2 -6 ദ ഹോൾ സ്ക്വയർ പ്ലസ് എന്താണ്? -1 -7 എന്താണ്? -8 ആണ്. -8 ദ ഹോൾ സ്ക്വയർ എന്താണ്? അപ്പൊ എന്തായിരിക്കും കിട്ടാൻ പോണേ? 36 പ്ലസ് 64 റൂട്ടിനുള്ളിലാണ്. അതായത് 100 റൂട്ടാണ്. നമുക്ക് 100 റൂട്ട് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 10 തന്നെയാണ്. 10 തന്നെ. അതായത് ഈ രണ്ട് പോയിന്റിന്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലൈൻ വരച്ച അവരുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 10 യൂണിറ്റ് ആണ്. ഓപ്ഷൻ എന്തായിരിക്കും? അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ആക്ച്വലി ആ കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഒന്നുമില്ല, ഒരേ ഒരു ഫോർമുല, ഈ ഒരു ഫോർമുല എന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഏത് ക്വസ്റ്റ്യൻ ഏത് വാല്യൂസ് കെയോ എന്ത് കിട്ടിയാലും നമുക്ക് എന്ത് ചെയ്യാം? നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ പോരെ. അതായത് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ ഒരു റൂട്ടിനുള്ളിൽ ഇട്ട് കൊടുത്താൽ പോരെ, ആൻസർ കിട്ടി. സോ ആ കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തേക്ക് പോയാലോ. ഇനി വരാൻ പോകുന്നതാണ് മിഡ് പോയിന്റ് ഫോർമുല അല്ലെ മിഡ് പോയിന്റ് തിയറം. സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഈ കാണുന്ന ഫിഗർ ഒന്നും നിങ്ങൾ കണ്ടു പേടിക്കണ്ട. സിമ്പിൾ സാധനം, വേറെ ഒന്നുമില്ല. രണ്ട് പോയിന്റ് ഉണ്ട്. എന്താണ്? ഈ പോയിന്റ് ഞാൻ എ എന്ന് വിളിക്കാം, ഈ പോയിന്റ് ഞാൻ ബി എന്ന് വിളിക്കാം. എന്താണ് ഞാൻ പറഞ്ഞത്? രണ്ട് പോയിന്റ് ഉണ്ട്. എ എന്ന് പറഞ്ഞൊരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ഇതാണ്, x1 y1 ആണ്. ബി എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് x2 y2 ആണ്. ഈ ഒരു ലൈനെ ഞാൻ വരയ്ക്കുമെന്ന് വെച്ചാൽ ഈ രണ്ട് ലൈനെ ഞാൻ ജോയിൻ ചെയ്തു. അപ്പൊ എന്തായാലും ഈ ലൈൻ ഒരു മിഡ് പോയിന്റ് ഉണ്ടാവുമല്ലോ. മിഡ് പോയിന്റ് എന്താ? അതിനെ കൃത്യ നടുക്ക്, ഒത്ത നടുവില്. അതായത് ഈ രണ്ട് ലൈൻ ജോയിൻ ചെയ്താൽ ഇതിനൊരു മിഡ് പോയിന്റ് ഉണ്ടാവുമല്ലോ. അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ മിഡ് പോയിന്റ് തിയറം യൂസ് ചെയ്യുന്നത്. വേറെ ഒന്നുമില്ല, നമുക്ക് നോക്കാം. സിമ്പിൾ ആണ്. അതായത് നിങ്ങൾ ഓൾറെഡി 10ാം ക്ലാസ്സിൽ പഠിച്ച സംഭവം തന്നെയാണ്. x1 പ്ലസ് x2 ഡിവൈഡ് ബൈ 2ഉം അതുപോലെ തന്നെ y1 പ്ലസ് y2 ഡിവൈഡ് ബൈ 2ഉം. എന്നാലും x1ഉം y1ഉം നമുക്ക് അറിയാലോ, x2 y2 അറിയാം. ഓക്കെ, നമുക്ക് പ്രൊസീഡ് ചെയ്യാലോ. വേറെ ഒന്നുമില്ല, ഒരു ലൈനാന്ന് വെച്ചോ. ഇപ്പൊ രണ്ട് ലൈൻ എ ബി എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ്സ് ആണ്. അതിന്റെ കോർഡിനേറ്റ്സ് ഒന്നുണ്ട്, x1 y1ഉം x2 y2 ആണ്. സോ ഈ ലൈൻ ഒരു മിഡ് പോയിന്റ് ഉണ്ടാവുമല്ലോ. ഇതാണ് അതിന്റെ മിഡ് പോയിന്റ് എന്ന് വെച്ചോ. ഈ മിഡ് പോയിന്റിന്റെ എന്താണ്? ഈ മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് നമ്മൾ മിഡ് പോയിന്റ് തിയറം യൂസ് ചെയ്യുന്നത്. സോ അതിന്റെ ഫോർമുലയാണ് ഞാൻ പറഞ്ഞത്, സിമ്പിൾ ഫോർമുല അല്ലേ. ഇപ്പൊ തന്നെ പഠിച്ചെടുക്കാം. x1 പ്ലസ് x2 ഡിവൈഡ് ബൈ 2, അതുപോലെ തന്നെ y1 പ്ലസ് y2 ഡിവൈഡ് ബൈ 2. ഓക്കെ,
അപ്പോൾ ആ കോർഡിനേറ്റ്സ് കിട്ടിയല്ലോ, സിമ്പിൾ അല്ലേ. നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ. ഓക്കെ, മിഡ് പോയിന്റ് ഫോർമുല എന്താണെന്ന് നമ്മൾ നോക്കിയല്ലോ. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കിയാലോ. ഇതെന്താണ് പറയുന്നത്? ഫൈൻഡ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് -8, 13 ആൻഡ് 10, 13. അത് രണ്ട് പോയിന്റ് ഉണ്ട്. എ എന്ന് പറഞ്ഞൊരു പോയിന്റും ഉണ്ട്, ബി എന്ന് പറഞ്ഞൊരു പോയിന്റും ഉണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും കോർഡിനേറ്റ്സ് അല്ലേ തന്നേക്കണേ, അതായത് -8, 13 അതുപോലെ തന്നെ 10, 13. ഇതെന്താണ് ഓൾറെഡി നമുക്കറിയാം. ഇതെന്താണ്? ഇത് x1 y1 ആണെന്നറിയാം, അതുപോലെ തന്നെ ഇത് x2 y2 ആണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. സോ മിഡ് പോയിന്റ് തിയറം എന്ന് പറഞ്ഞ എന്താണ്? x1 പ്ലസ് x2 ഡിവൈഡ് ബൈ 2, അതുപോലെ തന്നെ y1 പ്ലസ് y2 ഡിവൈഡ് ബൈ 2 ആണ്. x1 ഉം y1 എന്താണെന്ന് അറിയാലോ, x1 x2 എന്താണെന്ന് അറിയാലോ. x1 -8, അതായത് -8 പ്ലസ് 10 ഡിവൈഡ് ബൈ 2. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ എന്താ y1 പ്ലസ് y2 ബൈ 2, അതായത് y1 അറിയാം y2 അറിയാം, അതായത് 13 പ്ലസ് 3 ബൈ 2 ആണ്. സോ ആൻസർ എന്താ? 2 ബൈ 2, 2 ഡിവൈഡ് ബൈ 2, അതുപോലെ തന്നെ 16 ബൈ 2. ഓക്കെ, സോ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? 1ഉം 8ഉം ആയിരിക്കും. 1ഉം 8ഉം ആയിരിക്കും. സോ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? 1ഉം 8ഉം തന്നെ ഇതല്ലേ, ഓപ്ഷൻ ബി അല്ലേ. ഓക്കെ, സോ ആൻസർ കിട്ടി. എന്താണ്? സിമ്പിൾ ഫോർമുല എന്ന് അപ്ലൈ ചെയ്താൽ മതി. അതായത് x1 പ്ലസ് x2 ബൈ 2ഉം അതുപോലെ തന്നെ y1 പ്ലസ് y2 ബൈ 2ഉം. സിമ്പിൾ അല്ലേ. നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ആ മിഡ് പോയിന്റ് തിയറത്തിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഇവിടെ എന്താണ് പറയുന്നത്? ഫൈൻഡ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് K2 ആൻഡ് 3, 4 is 8, 3. അതായത് വേറെ ഒന്നുമില്ല, രണ്ട് പോയിന്റ് എന്ന് വെച്ചോ. എ എന്ന് പറഞ്ഞൊരു പോയിന്റും കെ വന്നോട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്, ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ രണ്ട് പോയിന്റ് ഉണ്ട്. അതായത് എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്താണ്? കെയും 2 ആണെന്ന് ഓൾറെഡി അവർ പറഞ്ഞു. ബി എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ 3, 4 ആണെന്ന് പറഞ്ഞു. ഈ രണ്ട് പോയിന്റിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ ഒരു മിഡ് പോയിന്റ് ഉണ്ടല്ലോ, മിഡ് പോയിന്റ്. ഈ മിഡ് പോയിന്റ് വേണമെങ്കിൽ സി ആയിട്ട് എടുത്തോ. സി എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് അവർ തന്നേക്കണേ. എന്താണ്? 8:3 എന്ന് തന്നേക്കണേ. അതായത് വേറെ ഒന്നുമില്ല, മിഡ് പോയിന്റ് തിയറം വഴി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച സാധനം എന്താണ്? ഇക്വേഷൻ എന്താണ്? x1 പ്ലസ് x2 ബൈ 2 ആണ്, ബൈ 2, ആൻഡ് y1 പ്ലസ് y2 ബൈ 2 ആണ്. എന്ത്? മിഡ് പോയിന്റ് തിയറം ഓൾറെഡി നമ്മൾ പറഞ്ഞു. മിഡ് പോയിന്റ് തിയറം എന്ന് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത് നോക്കിയതാണ്. ഇത് തന്നെ ഇവിടെ ചെയ്താൽ പോരെ. എന്തായിരിക്കും തന്നെ? x1 എന്താണ്? ഇത് എഴുതി വെക്കാം. x1ഉം y1 ആണ് ഇത്. ഇതെന്താണ്? x2ഉം y2 ആണെന്ന് ഓൾറെഡി അറിയാലോ. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. x1 എന്താണ്? k. അപ്പൊ k പ്ലസ് x2 എന്ന് പറഞ്ഞാൽ 3 ആണ്. അതായത് k പ്ലസ് 3 ബൈ 2 കോമ എന്താണ്? y1 പ്ലസ് y2 ബൈ 2. അതായത് y1 എന്ന് പറഞ്ഞാൽ 2 ആണ്, y2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 2 പ്ലസ് 4 ബൈ 2 അല്ലേ? അല്ലേ, നോക്കിക്കേ, ബൈ 2 അല്ലേ. 2 പ്ലസ് 4 ബൈ 2 ആണ്. എന്തൊക്കെയാ നമുക്ക് കിട്ടാൻ പോണേ? ഇതാണ് എന്ത്? 8ഉം 3ഉം. അതല്ലേ പറഞ്ഞേക്കണേ. x1 പ്ലസ് x2 ബൈ 2 ചെയ്താലും y1 പ്ലസ് y2 ബൈ 2 അതായത് എന്താണ് കിട്ടുന്നത്? നമുക്ക് മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് കിട്ടുന്നത്. മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ഓൾറെഡി ഇക്വേഷൻ തന്നിട്ടുണ്ട്, 8ഉം 3ഉം. അപ്പൊ 2 പ്ലസ് 4 ബൈ 2 എന്താണ്? 6 ബൈ 2, 3 ആണ് ഓൾറെഡി കിട്ടി. അപ്പൊ ഇത് ചെയ്താൽ പോരെ. k പ്ലസ് 3 ബൈ 2 ആണ് എന്ത്? 8. ഇത് നോക്കിക്കേ, 2 പ്ലസ് 4 ബൈ 2 അതായത് 6 ബൈ 2 ആണ് 3 അല്ലേ. അതുപോലെ തന്നെ അല്ലേ, k പ്ലസ് 3 ബൈ 2 ആണ് എന്ത്? 8. അതായത് k പ്ലസ് 3 ബൈ 2 ആണ് എന്ത്? 8 എന്ന് പറയുന്നത്. അപ്പൊ k എന്ന് പറഞ്ഞാൽ എന്താണ്? k പ്ലസ് 3 ഈസ് ഇക്വൽ ടു എന്താണ്? k പ്ലസ് 3 ഈസ് ഇക്വൽ ടു 2 into 8, 16 വരും. k എന്ന് പറഞ്ഞാൽ എന്ത് വരും? അപ്പോൾ k എന്ന് പറഞ്ഞാൽ 13 വരും. സോ kയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 13 ആയിരിക്കും. സിമ്പിൾ ഇക്വേഷൻ ആണ്. ആക്ച്വലി ജസ്റ്റ് എന്താ, നമുക്ക് നേരത്തെ തന്ന ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു ടേം മാറിയിട്ട് നമുക്ക് മിഡ് പോയിന്റിന്റെ ഓൾറെഡി നമുക്ക് മിഡ് പോയിന്റ് ഓൾറെഡി 8, 3 ആണെന്ന് പറഞ്ഞു. വേറെ ഒന്നുമില്ല, രണ്ട് പോയിന്റ് ഉണ്ട്. എ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. എന്റെ കോർഡിനേറ്റ്സ് വന്നിട്ടുണ്ട്, ബിന്റെ കോർഡിനേറ്റ്സ് വന്നിട്ടുണ്ട്. അവർക്കൊരു മിഡ് പോയിന്റ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കണേ. മിഡ് പോയിന്റ് ആ തിയറം വെച്ച് യൂസ് ചെയ്ത് ഞാൻ പെട്ടെന്ന് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഞാൻ ജസ്റ്റ് ഇത്രയും വിവരിച്ച് പറഞ്ഞുള്ളൂ. ഇത്രയും ഇതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു വാല്യൂ മാത്രം എടുത്ത് ചെയ്താൽ മതി. ജസ്റ്റ് ഈ കെയുടെ വാല്യൂ മാത്രം ഈ 8 ആണെന്ന് ഇക്വേറ്റ് ചെയ്ത് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വന്നു, അതായത് 3 എങ്ങനെ വന്നു എന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇത് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത കൺസെപ്റ്റിലേക്ക് പോയാലോ. ഇത് വളരെ സിമ്പിൾ കൺസെപ്റ്റ് ആണ്. പെട്ടെന്ന് തന്നെ അടുത്ത കൺസെപ്റ്റിലേക്ക് പോവാം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോണ പുതിയൊരു കൺസെപ്റ്റ് ആണ്. സോ വേറെ ഒന്നുമല്ല, രണ്ട് പോയിന്റ് ഉണ്ട്. എ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. എന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ x1 y1 ഉം ബിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് x2 y2 ആണ്. ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. സോ എ എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാനൊരു ലൈൻ വരച്ചു എന്ന് വെച്ചോ. അതാണ് ലൈൻ സെഗ്മെന്റ് എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലൈൻ സെഗ്മെന്റ് എ ബിനെ എക്സ് ആക്സിസും വൈ ആക്സിസും ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഇക്വേഷൻ എഴുതി വെച്ചത്. ഇപ്പൊ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞ ഒരു ആക്സിസ് ആണ്. എ ബി ഈ രണ്ട് ലൈൻ വരച്ച്, ഈ രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്ത ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഏത് യൂണിറ്റ് അല്ലെങ്കിൽ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്? എക്സ് ആക്സിസ് ആണെങ്കിൽ അത് -y1 y2 ആയിരിക്കും. മൈനസ് ഉണ്ടല്ലോ, y1:y2 റേഷ്യോയിലാണ് എക്സ് ആക്സിസ് ഡിവൈഡ് ചെയ്യുന്നത്.
അതേസമയം y ആക്സിസ് ആണെങ്കിലോ നേരെ തിരിച്ച്, y ആക്സിസ് ആണെങ്കിൽ -x1 x2 റേഷ്യോയിലായിരിക്കും അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, വേറെ ഒന്നുമില്ല, 2 പോയിന്റ് ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, വേറെ ഒന്നുമില്ല, ഞാൻ ഇത്രേ പറഞ്ഞോളൂ. 2 പോയിന്റ് ഉണ്ട്, എ എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. അവരുടെ റേഷ്യോസ് ആണ് x1 y1 അതുപോലെ തന്നെ x2 y2 എന്ന് ഞാൻ പറഞ്ഞു. സോ ആ ലൈൻ സെഗ്മെന്റ് എ ബി എന്ന് പറഞ്ഞത് എക്സ് ആക്സിസും വൈ ആക്സിസും ഡിവൈഡ് ചെയ്യുന്ന ഏത് റേഷ്യോയിലാണ് ചോദിച്ചേക്കുന്നത്. ഈ എക്സ് ആക്സിസ് ആണെങ്കിൽ നേരെ തിരിച്ച് y1 y2 -y1 y2, വൈ ആക്സിസ് ആണെങ്കിൽ -x1 x2 ആയിരിക്കും. ഓക്കെ, അത്ര ഞാൻ പറഞ്ഞോളൂ. ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇതെന്താണ് പറയുന്നത്? 2 പോയിന്റ് ഉണ്ട്, അതായത് എ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. 2:3 റേഷ്യോയിലും അതുപോലെ തന്നെ 5:7 റേഷ്യോയിലാണ് ഈ ബി എന്ന് പറഞ്ഞ പോയിന്റും. ഓക്കെ, ഇതിൽ x1 y1 എന്താണെന്ന് അറിയാം, ഇത് എന്താണെന്ന് അറിയാം, ഇത് x1 y1 ആണെന്നറിയാം, ഇത് x2 y2 ആണെന്നറിയാം. ഞാൻ എന്താണ് പറഞ്ഞത്? ഇൻ വാട്ട് റേഷ്യോ ഡസ് y ആക്സിസ്? ഓക്കെ, y ആക്സിസ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഏത് റേഷ്യോയിലായിരിക്കും, -x1 x2 റേഷ്യോയിലായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. എന്താണ് റേഷ്യോ? -x1 എന്താണ്? -x1 2 ആണ്, -x2 എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ -2:5 റേഷ്യോയിലാണ്. ഈ മൈനസ് വന്നാൽ നിങ്ങൾ ഓർത്തോളുക, മൈനസ് റേഷ്യോ ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? അത് എക്സ്റ്റേണൽ ഡിവിഷൻ ആണ്. ഓക്കെ, മൈനസ് എന്ന് പറഞ്ഞ ഒരു വാല്യൂവിനുള്ളിലാണ് റേഷ്യോസ് വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്? എക്സ്റ്റേണൽ ഡിവിഷൻ ആണെന്നുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, നോക്കിക്കോ എന്താ ഓപ്ഷൻസ് എന്തൊക്കെയാണ്. അപ്പോൾ 2, 5 എന്ന റേഷ്യോ എക്സ്റ്റേണലി ആയിരിക്കും എന്ത് ചെയ്യുക? വൈ ആക്സിസ് എന്ന ആക്സിസ് എ ബി എന്ന് പറഞ്ഞ പോയിന്റിനെ ഡിവൈഡ് ചെയ്യുന്ന 2:5 റേഷ്യോ എക്സ്റ്റേണലി ആയിരിക്കും. അതായത് 2:5 റേഷ്യോ എക്സ്റ്റേണലി ആയിരിക്കും അത് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഇൻ വാട്ട് റേഷ്യോ ഡസ് എക്സ് ആക്സിസ് ഡിവൈഡ്സ് ദ പോയിന്റ് ജോയിനിങ് ദ പോയിന്റ്സ് -4, 3 ആൻഡ് 5, 2. അതായത് x1 y1 ജസ്റ്റ് എഴുതി നോക്കാം. x1 y1 ഉം എന്താണ് x2 y2 എന്താന്ന് നോക്കാം. x1 എന്താണ് ഓൾറെഡി അറിയാം, -4ഉം 3 ആണെന്നറിയാം. x2 എന്ന് പറഞ്ഞാൽ 5ഉം 2 ആണെന്നറിയാം. ഓക്കെ, എക്സ് ആക്സിസ് ഡിവൈഡ് ചെയ്യുന്നല്ലോ ചോദിച്ചത്. അപ്പൊ എക്സ് ആക്സിസ് ആണെങ്കിൽ എന്തായിരിക്കും, ഏത് റേഷ്യോയിലായിരിക്കും? -y1 ബൈ y2 റേഷ്യോയിലായിരിക്കും അവരെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, y1 എന്താണ്? അപ്പൊ -3:2 റേഷ്യോ, -3:2 റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞു നെഗറ്റീവിന്റെ ഉള്ളിലാണ് വരുന്നതെങ്കിൽ അത് എന്തായിരിക്കും, എന്ത് ടൈപ്പ് ഡിവിഷൻ ആയിരിക്കും അത് ഞാൻ പറഞ്ഞത് എക്സ്റ്റേണൽ ഡിവിഷൻ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നെഗറ്റീവ് സൈൻ വന്നു കഴിഞ്ഞാൽ ഓർത്തോളുക, അത് എക്സ്റ്റേണൽ ഡിവിഷനിലായിരിക്കും അവർ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ y എന്ന് പറഞ്ഞ എക്സ് എന്ന് പറഞ്ഞ ആക്സിസ് ഈ രണ്ട് പോയിന്റ് ഇപ്പൊ എ എന്ന് പറഞ്ഞൊരു പോയിന്റും ബി എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. ഈ ജോയിൻ ചെയ്ത ലൈനെ -3:2 റേഷ്യോ അല്ലെങ്കിൽ 3:2 റേഷ്യോ എക്സ്റ്റേണലി ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു കൺസെപ്റ്റ് ആണ്, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പോകുന്ന ഒരു ഇമ്പോർട്ടന്റ് ഫോർമുല എന്ന് പറയുന്നത് ഇന്റേണൽ ഡിവിഷൻ ഫോർമുലയാണ്. സോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. വേറെ ഒന്നുമില്ല, 2 പോയിന്റ് ഉണ്ട്, എ ബി എന്ന് പറഞ്ഞ 2 പോയിന്റ് ഉണ്ടെന്ന് വെച്ചോ. എന്റെ കോർഡിനേറ്റ്സ് എന്താണ്? x1 y1 ഓൾറെഡി അറിയാം. ബിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് x2 y2 ആണ്. സോ വേറെ ഒന്നുമില്ല, ഈ ലൈൻ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഈ ലൈനിൽ പി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടെന്ന് വെച്ചോ. അതായത് എക്സ് വൈ എന്ന കോർഡിനേറ്റ്സ് ഉള്ള പി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഈ ലൈനെ ഏത് റേഷ്യോയിലാണ് തിരിക്കുന്നത്? m:n റേഷ്യോയിലാണ് ഇവരെ എന്താണ് ആ ഒരു റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഈ ഒരു റേഷ്യോയിലാണ് m:n റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, എ x1 y1 എന്നൊരു പോയിന്റും ബി x2 y2 എന്നൊരു പോയിന്റ് ഉണ്ട്. അതിന് നടുക്കായിട്ട് പി എക്സ് വൈ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പിയുടെ കോർഡിനേറ്റ്സ് ആണ്. അതായത് പി എക്സ് വൈ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇന്റേണൽ ഡിവിഷൻ ഫോർമുല യൂസ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, അതായത് എക്സ് വൈ കണ്ടുപിടിക്കാലോ, ഇത് എളുപ്പമല്ലേ. എക്സിന്റെ ഇക്വേഷൻ എന്താണ്? mx2 + nx1 ഡിവൈഡ് ബൈ m+n. അതുപോലെ തന്നെ my2 + ny1 ഡിവൈഡ് ബൈ m+n. ഓക്കെ അല്ലേ? എമ്മും എന്നും x1ഉം y1 എന്താ നമുക്കറിയാലോ, എ x1 y1 അതുപോലെ തന്നെ ബി x2 y2. ഓക്കെ, ഞാൻ പറഞ്ഞു പി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അതിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണമെങ്കിൽ, അതിൽ എക്സിന്റെയും വൈന്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ ഒരു ഡിസ്റ്റൻസ് വരെ എം എന്ന് പറയാം, ഈ ഒരു റേഷ്യോയിലായിരിക്കും. അതുപോലെ തന്നെ ഇവിടം തൊട്ട് ഇവിടം വരെ എന്നും ആയിരിക്കും. അതായത് m:n റേഷ്യോയിലായിരിക്കും ഈ ഒരു പോയിന്റ് ഈ ലൈനിനെ കട്ട് ചെയ്യുന്നത്. അത്ര ഓർത്താൽ മതി. ഓക്കെ, ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. mx2 + nx1 ഡിവൈഡ് ബൈ m+n. അതുപോലെ തന്നെ my2 + ny1 ഡിവൈഡ് ബൈ m+n. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് 2, 5 and 8 - 1 ഇൻ ദ റേഷ്യോ 1 to ഇന്റേണലി. വേറെ ഒന്നുമില്ല, 2 പോയിന്റ് ഉണ്ടെന്ന് വെച്ചോ. എ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഓക്കെ, ഇതിന്റെ കോർഡിനേറ്റ്സ് എന്തൊക്കെയാ നമുക്കറിയാം. എയുടെ കോർഡിനേറ്റ്സ് ആണ് 2, 5ഉം അതുപോലെ തന്നെ ബിന്റെ കോർഡിനേറ്റ്സ് ആണ് 8 - 1. ഓക്കെ, ഇതിന്റെ എവിടെയായിട്ട് ഒരു പി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. പിയുടെ കോർഡിനേറ്റ്സ് ആണ് എക്സ് വൈ. ഈ എക്സ് വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ഒരു പോയിന്റ് ഈ ലൈനെ m:n റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. അത്ര ഓർത്താൽ മതി.
സോ എമ്മിന്റെ എന്നിന്റെ റേഷ്യോ വന്നിട്ടുണ്ടല്ലോ, അതായത് 1:2. അതായത് ഇത്ര ഓർത്താൽ മതി, ഈ ഒരു പോയിന്റ് 1:2 റേഷ്യോയിലാണ് ഈ ലൈനെ കട്ട് ചെയ്യുന്നത്. വേറെ ഒന്നുമില്ല, 2 പോയിന്റ് ഉണ്ട്. എ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഇവരെ കോർഡിനേറ്റ്സ് അറിയാലോ, 2, 5 അതുപോലെ തന്നെ 8, -1 ആണ്. ഓക്കെ ആണല്ലോ. സോ പി എന്ന് പറഞ്ഞ പോയിന്റ് ആണ് അതിന്റെ ഇടയിലുള്ളത്. സോ ആ പി എന്ന് പറഞ്ഞ പോയിന്റ് അതായത് M:n റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. സോ XY ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, X = എന്താണ്, mx2 + nx1 / m+n ആണ്. നമുക്ക് ചെയ്ത് നോക്കിയാലോ. എന്താണ് mx2? എന്താണ് m? നമുക്ക് അറിയാം, m 1 ആണ്. ഇൻറ്റു x2 എന്താണ്, x2 8 ആണ്. mx2 പ്ലസ് n എന്ന് നമുക്ക് എന്താ പറയാ, n2 ആണെന്ന് അറിയാലോ. 2 × n x1 2 ആണെന്ന് അറിയാം. ഓക്കെ, / m+n. m+n എന്താണ്, 3 ആണ്. അതായത് എന്താണ്, 8 + 4/3 അല്ലെങ്കിൽ 12/3. സോ ഫസ്റ്റ് എക്സിന്റെ എന്താണ്, 4 ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി വൈയുടെ ഇക്വേഷൻ ഞാൻ പറഞ്ഞല്ലോ, my2 + ny1 / m+n ആണെന്ന് നമുക്ക് അറിയാം. നേരത്തെ ഇക്വേഷനിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാലേ, എമ്മിന്റെ വാല്യൂ എന്താണ്, 1 ആണെന്നറിയാം, 1. y2ന്റെ വാല്യൂ എന്താണ്, -1 ആണെന്നറിയാം, പ്ലസ് n × y1. എന്നിന്റെ വാല്യൂ 2 ആണെന്നറിയാം, y1ന്റെ വാല്യൂ 5 ആണെന്നറിയാം. ഓക്കെ അല്ലേ. m+n വാല്യൂ എന്താണ്, 3 ആണ്. അതായത് -1 + 10, അതായത് 9/3 ആയിരിക്കും ആൻസർ. സോ 9/3 ആൻസർ വിൽ ബി 3. അപ്പൊ എന്താണ്, 4:3 റേഷ്യോയിലാണ്, അതായത് 4:3 റേഷ്യോയിലാണ് ഈ രണ്ട് ലൈന്, ഈ രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈന് പി എന്ന് പറഞ്ഞ പി എന്ന പോയിന്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 4:3 ആണ്. ആൻസർ വിൽ ബി 4:3. സോ ക്ലിയർ ആയല്ലോ. ഞാൻ എന്താണ് പറഞ്ഞത്, എ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, എക്കും ബിക്കും കോർഡിനേറ്റ്സ് ഉണ്ട്. അതായത് 2, 5 എന്ന് പറഞ്ഞ കോർഡിനേറ്റും 8, -1 എന്നൊരു കോർഡിനേറ്റ്സ് ഉണ്ട്. പി എന്ന് പറഞ്ഞൊരു പോയിന്റ് അതിന്റെ ഇടയിലുണ്ട്, അതിന്റെ നടുക്കോ എവിടെയായിട്ടുണ്ട്. അതിന്റെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ പി എന്ന് പറഞ്ഞ പോയിന്റ് ഏത് റേഷ്യോയിലാണ് ആ ലൈനെ കട്ട് ചെയ്യുന്നത്, 1:2 റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. അതായത് m:n. ഞാൻ ഓൾറെഡി ഇക്വേഷൻ പറഞ്ഞു, അതിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണെങ്കിൽ mx2 + nx1 / m+n. ഓക്കെ, അതുപോലെ തന്നെ my2 + ny1 / m+n. ഓക്കെ ആണല്ലോ. എമ്മും എന്നും x1 ഉം y1 ഉം എല്ലാം നമുക്കറിയാം. സോ ഒന്ന് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അത് മാത്രമാണ് ചെയ്തോളൂ. ആൻസർ എന്ത് കിട്ടി, 4:3 നമുക്ക് കിട്ടി. ഓക്കെ, അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയി നോക്കും. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് അത്യാവശ്യം കൺസെപ്റ്റ് ഒന്ന് സ്ട്രോങ് ആക്കാം. എന്താണ് പറയുന്നത്, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് -2, 1 and 10, 13 in the ratio 2:1. ഓക്കെ, അതായത് 2 പോയിന്റ് ഉണ്ടല്ലോ, എ എന്ന് പറഞ്ഞൊരു പോയിന്റും ഉണ്ട്, ബി എന്ന് പറഞ്ഞൊരു പോയിന്റും ഉണ്ട്. എന്റെ റേഷ്യോ എന്താണ്, -2, 1 ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ബിന്റെ റേഷ്യോ നമുക്ക് എന്താണെന്ന് അറിയാം, 10:13 എന്ന് അറിയാലോ, 10:13 എന്ന് അറിയാം. ഇവരെന്താണ് പറയുന്നത്, ഈ രണ്ട് ലൈനെ ജോയിൻ ചെയ്യുമ്പോൾ ഇതിന്റെ ഇടയിലായിട്ട് പി എന്ന് പറഞ്ഞൊരു ലൈൻ കയറി വന്നു. പിന്റെ കോർഡിനേറ്റ്സ് ആണ് XY. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പിന്റെ കോർഡിനേറ്റ്സ് ആണ്, XY ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനാണ് നമ്മൾ ഇന്റേണൽ ഡിവിഷൻ ഫോർമുല നമ്മൾ പഠിച്ചത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവർ ഏത് റേഷ്യോയിലാണ് ഇതിനെ കട്ട് ചെയ്യുന്നത്, M:n റേഷ്യോയിലായിരിക്കും. M:n റേഷ്യോയിൽ എടുത്ത് തന്നേക്കുന്നത് 2:1 എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇന്ന് ഇക്വേഷൻ എഴുതി നോക്കിയാലോ. x1 y1 കിട്ടി, x2 y2 കിട്ടി. ഓക്കെ, ഇനി ഇക്വേഷനിൽ ഒന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കിയാൽ പോരെ. അതായത് x = എന്താണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, mx2 + nx1 / m+n. y കോർഡിനേറ്റ് എന്തായിരിക്കും, y കോർഡിനേറ്റ് = my2 + ny1 / m+n. ഇനി ജസ്റ്റ് എമ്മിന്റെ എന്നിന്റെ വാല്യൂ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി, പണി തീർന്നു. എമ്മിന്റെ വാല്യൂ എന്താണ്, 2. അപ്പൊ 2 × x2ന്റെ വാല്യൂ 10 ആണ്, 20 പ്ലസ് എന്നിന്റെ വാല്യൂ 1 ആണ്, x1ന്റെ വാല്യൂ 2 ആണ്, -2. 20 - 2 / m+n. m+n 2 + 1 എന്ന് പറയുമ്പോൾ 3 ആണ്. അതായത് 20 - 2 എന്ന് പറയുമ്പോൾ എന്താണ്, 18 ആണ്. 18/3 എന്താണ്, 6 ആണ്. സോ x കോർഡിനേറ്റ് 6 ആണ് കിട്ടി. ഇനി y കണ്ടുപിടിക്കണ്ടേ. എമ്മിന്റെ വാല്യൂ എന്താണെന്ന് അറിയാം, എമ്മിന്റെ വാല്യൂ 2 ആണെന്ന് അറിയാം. 2 × y2ന്റെ വാല്യൂ എന്താണെന്ന് അറിയാം, 13 ആണെന്നറിയാലോ, 13 പ്ലസ് എന്നിന്റെ വാല്യൂ എന്താണ്, 1 ആണെന്നറിയാം. y1ന്റെ വാല്യൂ എന്താണ്, 1 ആണ്. ഓക്കെ, / m+n 3 ആണ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. 26 + 1 എന്താണ്, 27. സോ 27/3 എന്ന് പറഞ്ഞാൽ എന്താണ്, 9 ആണെന്നറിയാലോ. സോ x കോർഡിനേറ്റ് 6 ആണ്, y കോർഡിനേറ്റ് 9 ആണ്. സോ 6:, xyയുടെ കോർഡിനേറ്റ് എന്തായിരിക്കും, xy ആകുമ്പോൾ 6:9 ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ നമ്പർ സി ആയിരിക്കും. അതായത് 6:9 റേഷ്യോയിലാണ് ഈ XY എന്ന് പറഞ്ഞാൽ 6:9 റേഷ്യോയിലാണ് ഈ ഒരു പോയിന്റ് ഈ ലൈനിനെ ജോയിൻ ചെയ്യുമ്പോൾ
കട്ട് ചെയ്യുന്നത്. m:n റേഷ്യോയിൽ ഈ ഒരു കോർഡിനേറ്റ്സിലായിരിക്കും പിയുടെ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ 6:9 ആയിരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇന്റേണൽ ഡിവിഷൻ എന്താണെന്ന് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് എന്താണ് ഒരു പോയിന്റ് ഉണ്ട്, 2 പോയിന്റ് ഉണ്ട്. ആ 2 പോയിന്റിനെ ജോയിൻ ചെയ്യുന്ന ഒരു ലൈന് ഇടയിലായിട്ടൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി അതിന് ഡിഫറെന്റ് ആയിട്ട് വേറൊരു ഇതാണ് വന്നിരിക്കുന്നത്. എക്സ്റ്റേണൽ ഡിവിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്റ്റേണൽ ഡിവിഷൻ നിങ്ങൾ കണ്ട് പേടിക്കുന്ന ഫിഗർ ഒന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇക്വേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടാവുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് എക്സ്റ്റേണൽ ഡിവിഷൻ. ഇവിടെ ആകെ ഒരു ഡിഫറൻസ് ഉള്ളൂ. ഞാൻ നേരത്തെ എന്താണ് പറഞ്ഞത്, 2 പോയിന്റ്. ഇവിടെ ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. 2 പോയിന്റ് ഉണ്ട്. അതായത് എ എന്ന് പറഞ്ഞ ലൈനും ഉണ്ട്, പോയിന്റും ഉണ്ട്, ബി എന്ന് പറഞ്ഞ പോയിന്റും ഉണ്ട്. എന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ x1 y1 ആണ്, ബിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് x2 y2 ആണ്. വേറെ ഒന്നുമല്ല, ഈ 2 ലൈനെ ജോയിൻ ചെയ്യാം. പക്ഷെ നേരത്തെ ഞാൻ എന്താണ് പറഞ്ഞത്, പി എന്ന് പറഞ്ഞ പോയിന്റ് ഈ ലൈനിന്റെ ഉള്ളിലാണ് വരുന്നത്. പക്ഷെ ഇപ്പൊ മാറി, പി എന്ന് പറഞ്ഞ പോയിന്റ് എക്സ്റ്റേണൽ പോയിന്റ് ആണ്. ഓക്കെ, പി എന്ന് പറഞ്ഞ പോയിന്റ് എക്സ്റ്റേണൽ പോയിന്റ് ആണ്. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഈ എക്സ്റ്റേണൽ പോയിന്റ് വരുമ്പോൾ പി എക്സ് വൈ എന്ന് പറഞ്ഞ കോർഡിനേറ്റ് ഏത് റേഷ്യോയിലായിരിക്കും ഇതിനെ കട്ട് ചെയ്യുന്നത്? m:n. സോ m എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ഇവിടം തൊട്ട് പി വരെയുള്ള ഒരു റേഷ്യോ ആയിരിക്കും m എന്ന് പറയുന്നത്. n എന്ന് പറയുന്നത് ബി തൊട്ട് പി വരെയുള്ള പോയിന്റും. വേറെ ഒന്നുമല്ല, സിമ്പിൾ കൺസെപ്റ്റ് ആണ്. നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. അതായത് 2 പോയിന്റ് ഉണ്ട്, എ എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. അതേപോലെ തന്നെ പി എന്ന് പറഞ്ഞ പോയിന്റ് എക്സ്റ്റേണൽ പോയിന്റ് ആണെന്ന് ഓർക്കുക. m:n റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. ഈ എക്സ്റ്റേണൽ പോയിന്റ് m:n റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. എമ്മിന്റെ ഡിസ്റ്റൻസിന്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ ഈ എ തൊട്ട് പി വരെയും, അതേപോലെ തന്നെ എന്നിന്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ ബി തൊട്ട് പി വരെ ആയിരിക്കും. സോ അതിന് ഇക്വേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്താണ് എക്സ് കോർഡിനേറ്റിനെ പിടിക്കാൻ? എന്താണ് mx2 മൈനസ് nx1 ഡിവൈഡ് ബൈ m മൈനസ് n. അതുപോലെ തന്നെ my2 മൈനസ് ny1 ഡിവൈഡ് ബൈ m മൈനസ് n. ആക്ച്വലി ഇത് നമ്മൾ നേരത്തെ കണ്ട സാധനമല്ലേ. ആകെ എന്താ മാറ്റമുള്ളത്? ആ പ്ലസ് മാറി മൈനസ് വന്നു, പ്ലസ് മാറി മൈനസ് വന്നു, പ്ലസ് മാറി മൈനസ് വന്നു. കണ്ടോ? ഇത്രേ ഉള്ളൂ സംഭവം. ചെയ്യുന്നത് തന്നെ mx2 പ്ലസ് nx1 പകരം നെഗറ്റീവ് സൈൻ ഒന്ന് മാറ്റിയാൽ മതി. അല്ലാണ്ട് ഇക്വേഷൻ പുതിയതായിട്ട് പഠിക്കണ്ട, സൈൻ മാറ്റി കളിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ് ആക്ച്വലി. നിങ്ങൾ നോക്കിക്കേ, mx2 nx1 ഈ പോസിറ്റീവ് സൈൻ മാറി നെഗറ്റീവ് സൈൻ ആയി. അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് 4 -1 1 8 എക്സ്റ്റേണൽ ഇൻ ദ റേഷ്യോ 4:1. ഓക്കെ, ഈ പടം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വരയ്ക്കണമെന്നുള്ളൂ, പരം വരയ്ക്കണമെന്നില്ല. ജസ്റ്റ് x1 y1 വരച്ച് പോയാൽ മതി. എന്താണ് x1 y1 നമുക്ക് എന്താണെന്ന് അറിയാം. x1 y1 x2 y2 അതുപോലെ തന്നെ m:n. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചാൽ പോരെ. x1 y1 റേഷ്യോ എന്താണ്? 4 -1 ആണെന്ന് ഓൾറെഡി അറിയാം. x2 y2 റേഷ്യോ എന്താണ്? 1 8 ആണെന്നറിയാം. m:n റേഷ്യോ എന്താണ്? m:n റേഷ്യോ എന്ന് പറയുമ്പോൾ 4:1 ആണെന്ന് അറിയാലോ. എക്സ്റ്റേണൽ ഡിവിഷൻ ഫോർമുല ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. എന്താണ് ഇക്വേഷൻ ഒന്നുകൂടെ നമുക്ക് എഴുതി നോക്കാം. mx2 മൈനസ് nx1 ഡിവൈഡ് ബൈ m മൈനസ് n. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ my2 മൈനസ് ny1 ഡിവൈഡഡ് ബൈ m മൈനസ് n. ഇത്രയും വാല്യൂസ് നമുക്ക് കിട്ടിയല്ലോ. ജസ്റ്റ് ഒന്ന് ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ പോരെ. സിമ്പിൾ അല്ലേ? ചെയ്ത് നോക്കാം. എമ്മിന്റെ വാല്യൂ എന്താണ്? 4 ആണ്. x2ന്റെ വാല്യൂ എന്താണ്? 1 ആണ്. മൈനസ് എന്നിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. x1ന്റെ വാല്യൂ 4 ആണ്. 4 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 0 ആണ്. m മൈനസ് 1 എന്താണ്? 3 ആണ്. പക്ഷെ ഇത് ഓൾറെഡി ഇത് രണ്ടും 0 ആവും. ഇപ്പോൾ ഓൾറെഡി 0. ഇത് എക്സിന്റെ കോർഡിനേറ്റ് 0 ആണ് നമുക്ക് കിട്ടി. ഇത് y നോക്കിയാൽ പോരെ. y ഈക്വൽ ടു എന്താണ്? my2 മൈനസ് ny1 ഡിവൈഡ് ബൈ m മൈനസ് n. എമ്മിന്റെ വാല്യൂ എന്താണ്? 4 ആണെന്നറിയാം. y2ന്റെ വാല്യൂ എന്താണ്? 8 ആണെന്നറിയാം. മൈനസ് എന്നിന്റെ വാല്യൂ 1 ആണെന്നറിയാം. y1ന്റെ വാല്യൂ എന്താണ്? -1 ആണെന്ന് പറയാം. -1. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്താണ്? m മൈനസ് n. 4 - 1 3 ആണ്. ഓക്കെ, അതായത് 32. ഇത് 2 നെഗറ്റീവ് സൈൻ ഉണ്ട്, അത് പ്ലസ് ആവുമല്ലോ. കാൽക്കുലേറ്റീവ് അല്ലേ, സിമ്പിൾ അല്ലേ. +1 ഡിവൈഡ് ബൈ 3, അതായത് 33/3 എന്ന് പറയുന്നത് എന്താണ്? y കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ 11 ആയിരിക്കും. 11. അപ്പോൾ ആ 0 11 ആയിരിക്കും പി എന്ന് പറഞ്ഞ എക്സ്റ്റേണൽ പോയിന്റിന്റെ കോർഡിനേറ്റ്സ്. 0 11. സോ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. വേറെ ഒന്നുമില്ല. അതായത് 2 പോയിന്റ് എ ബി എന്ന് പറഞ്ഞ 2 പോയിന്റ് ഉണ്ട്. പി എന്ന് പറഞ്ഞ എക്സ്റ്റേണൽ ആയിട്ടൊരു പോയിന്റ് ഉണ്ടാവും. ആ പി എന്ന് പറഞ്ഞ പോയിന്റ് ഏത് കോർഡിനേറ്റ് അല്ലെങ്കിൽ അതിന്റെ കോർഡിനേറ്റ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ ഫോർമുലയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് mx2 മൈനസ് nx1 ഡിവൈഡ് ബൈ m മൈനസ് n. അതുപോലെ തന്നെ my2 മൈനസ് ny1 ഡിവൈഡ് ബൈ m മൈനസ് n. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ പോലെ. ഇത് മാത്രം നിങ്ങൾ ലൈൻ വരയ്ക്കൊന്നും വേണ്ട. ഞാൻ നേരത്തെ ലൈൻ വരച്ച് നിങ്ങൾക്കൊന്ന് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ജസ്റ്റ് x1 y1 x2 y2 m എന്ന് ജസ്റ്റ് മാത്രം എഴുതിയിട്ട് ആ ഇക്വേഷനിൽ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി.
ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്താണ് പറയുന്നത്? ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് 2, -1 and 5, 8 externally in the ratio 5:2. അതായത് x1 y1 എഴുതി പോയാലോ, x1 y1 x2 y2 അതുപോലെ തന്നെ m:n. x1 y1 റേഷ്യോ എന്താണ്? 2 - 1 ആണ്. x2 y2 റേഷ്യോ എന്താണ്? 5, 8 ആണ്. m:n റേഷ്യോ എന്താണ്? 5:2 ആണ്. ഇക്വേഷൻ എന്താ ഓൾറെഡി അറിയാലോ. എക്സ് വൈ കോർഡിനേറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും? എക്സ് കോർഡിനേറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് mx2 - nx1 ഡിവൈഡഡ് ബൈ m-n, അതുപോലെ തന്നെ my2 - ny1 ഡിവൈഡ് ബൈ m-n ആണ്. ഓൾറെഡി വാല്യൂസ് ഒക്കെ നമുക്കറിയാം, ജസ്റ്റ് ആ ഇക്വേഷനിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എമ്മിന്റെ വാല്യൂ 5 ആണെന്നറിയാം, x2ന്റെ വാല്യൂ എന്താണ്? 5 ആണെന്നറിയാം, മൈനസ് എന്നിന്റെ വാല്യൂ 2 ആണെന്നറിയാം, x1ന്റെ വാല്യൂ 2 ആണെന്നറിയാം. ഓക്കെ, m-n എന്താണ്? 3 ആണെന്നറിയാം. സോ 25 മൈനസ് 4 എന്താണ്? 21/3. 21/3 എന്ന് പറയുന്നത് എന്താണ്? 7 ആണെന്നറിയാം, 7 കിട്ടി. എക്സിന്റെ വാല്യൂ എക്സ് കോർഡിനേറ്റ് 7 ആയിട്ട് കിട്ടി. എം എന്താണെന്നറിയാം? 5 ആണെന്നറിയാം. y2 എന്താണെന്നറിയാം? 8 ആണെന്നറിയാം. മൈനസ് എന്താണ്? 2 ഇൻറ്റു n 2 ആണെന്നറിയാം. y1 എന്താണ്? -1 ആണെന്നറിയാം. ഓക്കെ, m-n എന്താണ്? 3 ആണെന്നറിയാം. അതായത് 40 -2 അല്ലേ? അപ്പൊ എന്താണ്? 40 + 2 വരും. 2 നെഗറ്റീവ് വന്നാൽ +2 വരും. 42/3 എന്ന് പറയുന്നത് എന്താണ്? ആൻസർ 14 ആണ്. സോ y കോർഡിനേറ്റ് നമുക്ക് എന്താണ് കിട്ടി? 14 ആയിട്ട് കിട്ടി. സോ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? 7, 14 ആയിരിക്കും. 7, 14 എന്ന് പറഞ്ഞ എക്സ്റ്റേണൽ കോർഡിനേറ്റ്സ് ഉള്ള പോയിന്റ് ആയിരിക്കും. എ ബി എന്ന് പറഞ്ഞ ഒരു ലൈനെ 5:2 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 7ഉം 14ഉം. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ, 7ഉം 14ഉം. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് x1 ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക, ഇക്വേഷനിലേക്ക് ഒന്ന് ആൻസർ ഇട്ട് വെക്കുക, അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു ഇത്രയും നേരം കൊണ്ട്? നമ്മൾ ആദ്യം ഡിസ്റ്റൻസ് ഫോർമുല പഠിച്ചു, അതുപോലെ തന്നെ ഇന്റേണൽ ഡിവിഷന്റെ ഫോർമുല പഠിച്ചു, എക്സ്റ്റേണൽ ഡിവിഷന്റെ ഫോർമുല പഠിച്ചു, അതുപോലെ തന്നെ മിഡ് പോയിന്റ് തിയറം പഠിച്ചു. സോ പുതിയൊരു കൺസെപ്റ്റ് ആണ് പഠിക്കാൻ പോണേ. നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും, പലതവണ നിങ്ങൾ 10ാം ക്ലാസ് അല്ലെങ്കിൽ +1 +2 മാത്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുള്ള ടേം ആണ് സ്ലോപ്പ് ഓഫ് ദി ലൈൻ. സ്ലോപ്പിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എം ആയിട്ടായിരിക്കും. സ്ലോപ്പ് എന്നാൽ ജസ്റ്റ് ഒന്ന് പറയാം. If a line makes an angle theta with a positive x-axis, then tangent of that angle is called a slope. അതായത് ഇതാണ് നമുക്കറിയാം, ഹൊറിസോണ്ടൽ നമ്പർ ലൈൻസ് ആണ് x-axis എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ ലൈൻ തീറ്റ, അതായത് ലൈൻ തീറ്റ എന്ന് പറയുന്നത് തീറ്റ x-axis ആയിട്ട് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സോ ഇതിന്റെ സ്ലോപ്പ് ഓഫ് ദ ലൈൻ, സ്ലോപ്പ് എം എന്ന് പറയുന്നത് എന്താണ്? ടാൻ തീറ്റ എന്നാണ് പറഞ്ഞത്. ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ പറഞ്ഞില്ല, ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ മെയിൻ ആയിട്ട് നമുക്ക് 2 ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ, ഇഫ് തീറ്റ ഗീവൺ ആണെങ്കിൽ, തീറ്റ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? m = tan തീറ്റ, അതായത് tan തീറ്റ ആയിരിക്കും സ്ലോപ്പിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ജസ്റ്റ് tan തീറ്റ കണ്ടുപിടിച്ചാൽ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ m കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പൊ 2 പോയിന്റ്, എ എന്ന് പറഞ്ഞൊരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് x1 y1, അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് x2 y2 ആണെങ്കിൽ, അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ ഇക്വേഷൻ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതായത് ax1 ഉം bx2 ഗീവൺ ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? y2 - y1 ഡിവൈഡ് ബൈ x2 - x1. അതായത് y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1 ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ജസ്റ്റ് ഞാനിത് ഓപ്ഷൻ ഇത് മാത്രം പറഞ്ഞ് ഞാൻ വിവരിക്കുന്നില്ല, നിങ്ങൾക്ക് നോക്കാം. എന്താണ്? രണ്ട് കാര്യം ഞാൻ പറഞ്ഞോളൂ. തീറ്റ ഗീവൺ ആണെങ്കിൽ എങ്ങനെ സ്ലോപ്പ് കണ്ടുപിടിക്കാം? ടാൻ തീറ്റ ആയിരിക്കും സ്ലോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2 കോർഡിനേറ്റ്സ് x1 y1 x2 y2 ഗിവൻ ആണെങ്കിൽ y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1. ഓക്കെ, ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇതെന്താണ് ചോദിക്കുന്നത്? ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ മേക്കിംഗ് ആംഗിൾ 60 ഡിഗ്രി വിത്ത് എക്സ് ആക്സിസ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു തീറ്റ. ഇപ്പൊ തീറ്റ എന്ന് പറഞ്ഞൊരു എക്സ് ആക്സിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ടാൻജന്റ് ആയിരിക്കും എന്താണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. m = tan തീറ്റ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ടാൻ തീറ്റയാണ്. തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട്. തീറ്റയുടെ വാല്യൂ എന്താണ്? 60 ഡിഗ്രി ആണ്. സോ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? m = tan 60. tan 60 ട്രിഗ്നോമെട്രി പഠിച്ചാൽ നമുക്ക് അറിയാം എന്താണ്? √3 ആണെന്നറിയാം. tan 60 എന്ന് പറയുമ്പോൾ √3 ആണ്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, √3. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ലേ. നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് പോവാം. സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ മേക്കിംഗ് ആംഗിൾ 45 വിത്ത് ദ എക്സ് ആക്സിസ്. ഓക്കെ,
തീറ്റ ഗീവൻ ആണ്, തീറ്റ ഇസിക്കൽ ടു 45 ഡിഗ്രി എന്ന് ഗീവൻ ആണ്. സോ ടാൻ തീറ്റ ഇസിക്കൽ ടു എന്താണ്, ടാൻ തീറ്റ ആണ് എന്ത് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ടാൻ തീറ്റ ഗിവൻ ആണല്ലോ. സോ ടാൻ 45 ആണ് എന്ത് സ്ലോപ്പ് എന്ന് പറയുന്നത്. ടാൻ 45 നമുക്ക് എന്താണെന്ന് അറിയാം, 1 ആണെന്നറിയാലോ. ടാൻ 45 1 ആണെന്നറിയാം. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ സി 1. ഇത് ഭയങ്കര സിമ്പിൾ കൺസെപ്റ്റ് ആയപ്പോ അല്ലേ. ഓക്കെ, അപ്പൊ തീറ്റ തന്നിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് ക്ലിയർ ആയല്ലോ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോവാം. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ വിച്ച് പാസസ് ത്രൂ ദ കോർഡിനേറ്റ്സ് 2, 2 and 5, 3. ഓക്കെ, ഇത് വേറൊരു ടൈപ്പാണ്. അതായത് രണ്ട് കോർഡിനേറ്റ്സ് ഒന്നുണ്ട്, 2, 2 തന്നിട്ടുണ്ട്, 5, 3 തന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതെന്താണ്, x1 ആണ്, x1 y1 ആണ്, ഇത് x2 y2 ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. സെറ്റ് അല്ലേ? ഇനി എന്താണ് നമുക്ക് അറിയേണ്ടത്? ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ സ്ലോപ്പിന്റെ ഇക്വേഷൻ എന്തായിരിക്കും, y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പൊ ഇത് എന്തൊക്കെ തന്നിട്ടുണ്ട്, x1 തന്നു, y1 തന്നു, x2 തന്നു, y2 തന്നു. സെറ്റ് ആണല്ലോ. ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. y2ന്റെ വാല്യൂ എന്താണ്, 3 ആണല്ലോ. y1ന്റെ വാല്യൂ എന്താണ്, -2 ആണ്. ഡിവൈഡഡ് ബൈ x2ന്റെ വാല്യൂ എന്താണ്, 5 ആണ്. മൈനസ് x1ന്റെ വാല്യൂ എന്താണ്, 2 ആണ്. സോ ആൻസർ വിൽ ബി ഈക്വൽ ടു 1/3. 1/3 ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. ഇത്രേ ഉള്ളൂ. x1 തന്നിട്ടുണ്ട്, y1 തന്നിട്ടുണ്ട്, x2 തന്നിട്ടുണ്ട്, y2 തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ആണ് എന്ത് സ്ലോപ്പ് ഓഫ് ദി ലൈൻ. അതായത് 3 - 2 ഡിവൈഡഡ് ബൈ 5 - 2, 1/3. ആൻസർ വിൽ ബി 1/3. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഇതെന്താണ് പറയുന്നത്, ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ വിച്ച് പാസസ് ത്രൂ ദ പോയിന്റ് 4, 2 and 7, 6. അതായത് 4, 2 അതുപോലെ തന്നെ 7, 6 എന്ന് പറഞ്ഞ ലൈനിൽ കൂടി പാസ് ചെയ്യുന്ന പോയിന്റ്സിന്റെ സ്ലോപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതെന്താണ്, ഇതാണ് x1 y1, ഇതാണ് x2 y2 എന്ന് അറിയാലോ. സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം, m = y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 ആണ്. അറിയാലോ, y2 എന്താണ്, 6 ആണ്. സോ 6 മൈനസ് y1 എന്താണെന്നറിയാം, 2 എന്നറിയാം. ഡിവൈഡ് ബൈ x2 7 എന്നറിയാം. x2 മൈനസ് x1 എന്താണ്, 7 മൈനസ് x1 4 ആണ്. സോ ആൻസർ വിൽ ബി 4 ഡിവൈഡ് ബൈ 3. സോ 4/3 ആണ് എന്ത് സ്ലോപ്പ്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ എ 4/3. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഒരു തീറ്റ തന്നിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പഠിച്ചു. അതുപോലെ തന്നെ രണ്ട് കോർഡിനേറ്റ്സ്, ഇപ്പോൾ 4, 2 അതുപോലെ തന്നെ x1 y1 x2 y2 ഉണ്ടെങ്കിൽ ഒരു ഇക്വേഷൻ കൂടി പഠിച്ചു. അപ്പോൾ തീറ്റയുടെ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്കപ്പോൾ ഇന്നത്തെ സെഷൻ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതെന്ന് ആലോചിച്ച് നോക്കിയേ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കോർഡിനേറ്റ് ജോമെട്രിയുടെ ഇൻട്രൊഡക്ഷൻ പഠിച്ചു, ആപ്സിസ് എന്താണെന്ന് പഠിച്ചു, ഓർഡിനേറ്റ് എന്താണെന്ന് പഠിച്ചു. അതുപോലെ ഒരു കാർട്ടീഷ്യൻ പ്ലെയിനിൽ എങ്ങനെ പോയിന്റ് എങ്ങനെ മാർക്ക് ചെയ്യാം, പോയിന്റ് കണ്ടുപിടിക്കാം എന്നുള്ള കാര്യം പഠിച്ചു. പിന്നെ കുറച്ച് ഫോർമുലാസ് പഠിച്ചു അല്ലേ, ഡിസ്റ്റൻസ് ഫോർമുല പഠിച്ചു, മിഡ് പോയിന്റ് തിയറം പഠിച്ചു, ഇന്റേണൽ ഡിവിഷൻ, എക്സ്റ്റേണൽ ഡിവിഷൻ, അതുപോലെ സ്ലോപ്പിന്റെ രണ്ട് ഇക്വേഷൻസും പഠിച്ചു. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ അതിന് നെക്സ്റ്റ് പാർട്ട് ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.